ഹലോ എക്സാമിനർ +2 ഫാമിലി. അപ്പോൾ മക്കളെ, നമ്മുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് ഉറപ്പാണ് നിങ്ങളിൽ പലർക്കുമെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. സാർ, ഫുള്ള് തീർത്തിട്ടൊന്നുമില്ല, സിലബസ് ഒന്നും തീർത്തിട്ടില്ല, ഒരു കോൺഫിഡൻസ് ഒന്നുമില്ല, ഈ മോഡൽ എക്സാം എഴുതുന്നതന്നെ മണ്ടത്തരാണോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും. മക്കളെ, ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കരുത്. നിങ്ങളെല്ലാവരും മോഡൽ എക്സാം നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. അത് ഓണസ്റ്റിയോടെ സിൻസിയറായിട്ട് നിങ്ങൾ എഫേർട്ട് ഇട്ട് തന്നെ എഴുതണം. അത് മോഡൽ എക്സാമിന് കുറേ മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, ഈ ദിവസങ്ങളിൽ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ പബ്ലിക് എക്സാമിനെ എഫക്റ്റ് ചെയ്യും. നിങ്ങളിപ്പോൾ വളരെ ഓവർ റിലാക്സ്ഡ് ആയിട്ട്, ഓവർ അല്ലെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടല്ലേ ആ രീതിയിൽ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അത് പബ്ലിക് എക്സാമിനെ മോശമായിട്ട് എഫക്റ്റ് ചെയ്യും. നേരെ മറിച്ച് നിങ്ങൾ പഠിക്കാൻ റെഡിയാണ്, മാർക്ക് വാങ്ങാനല്ല പഠിക്കാൻ. ഈ ദിവസങ്ങൾ നന്നായിട്ട് ഡെഡിക്കേറ്റഡ് പഠിക്കാൻ റെഡിയാണ്. നമ്മൾ ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ചിട്ട് മാക്സിമം ലൈവുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാൻ റെഡിയാണ്. അത് നിങ്ങളുടെ മോഡൽ എക്സാമിന് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കും, പബ്ലിക് എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ ഡൗൺ ആവാനുള്ള സമയമല്ല അത്, വീണ്ടും എഴുന്നേക്കാനുള്ള സമയമാണ്, ഫൈറ്റ് ചെയ്യാനുള്ള സമയമാണ്. ആ രീതിയിൽ നിങ്ങൾ കണ്ടാൽ പബ്ലിക് എക്സാം നിങ്ങൾ തകർക്കും, മോഡൽ എക്സാമും നിങ്ങൾ തകർക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഈ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ ഫോളോ ചെയ്തോളൂ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ദിവസങ്ങളിൽ ഹെൽപ്പ് ചെയ്യാമോ ഈ സ്റ്റഡി പ്ലാനിൽ. ഇന്ന് നമ്മൾ പണി തുടങ്ങും. വൈകുന്നേരം വരുന്നു, നിങ്ങൾ 7 മണിക്ക് വരുന്നു. ഫിസിക്സിലെ 60 ഷുവർ ക്വസ്റ്റ്യൻസ്, അവസാനത്തെ 7 ചാപ്റ്ററിൽ 60 ഷുവർ ക്വസ്റ്റ്യൻസ്, എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഡെറിവേഷൻസ്, ന്യൂമറിക്കൽസ്, അതല്ലാത്ത ഡെഫിനിഷൻസ്, ലോസ്, എന്തൊക്കെ ഈ ക്രിസ്മസ് എക്സാമിൽ അവർ ചോദിച്ചോ ആ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. പബ്ലിക് എക്സാമിന് മോഡലും അത് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. നാളെ രാവിലെ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് 60 ഷുവർ ക്വസ്റ്റ്യൻസ് ഇതേപോലെ തന്നെ. അതേസമയം ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഫസ്റ്റ് 7 ചാപ്റ്ററിൽ ഫിസിക്സിലെ 40 ഷുവർ ക്വസ്റ്റ്യൻസ്. ലൈവുകളൊക്കെ വളരെ എഫക്റ്റീവായിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെറുതെ സമയമൊന്നും കളയില്ല, നേരെ ചോദ്യങ്ങൾ ചെയ്യും. ആ ചോദ്യങ്ങളിൽ തന്നെ വേറെ എന്തൊക്കെ ചോദ്യങ്ങൾ വരാനുണ്ടെന്ന് പോകുന്നത് അതും പറഞ്ഞുതരും. വെറുതെ 2-3 ചോദ്യങ്ങൾ 60 ചോദ്യങ്ങളോട് ചെയ്ത് പോകാനല്ല നമ്മുടെ പണി. എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ എല്ലാം പറഞ്ഞു തന്നിട്ടേ പോകും. എക്സ്ട്രീംലി യൂസ്ഫുൾ ആയിരിക്കും. അല്ലാത്ത സമയത്ത് നിങ്ങൾ പഠിക്കും വേണം. ലൈവ് മാത്രം കണ്ടിരിക്കാം എന്നാൽ പോരാ, അല്ലാത്ത സമയത്ത് നിങ്ങൾ റിവൈസ് ചെയ്യണം. എന്തൊക്കെ നിങ്ങൾ പഠിക്കുന്നോ അതൊക്കെ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഓർമ്മയുണ്ടാവണം എന്നുള്ള രീതിയിൽ വേണം പഠിക്കാൻ. വെറുതെ തട്ടിക്കൂട്ടി പഠിച്ചിട്ട് ഈ മോഡൽ എക്സാമിന് എഴുതി വെക്കരുത്. അല്ല, അതിന് വേണ്ടി മാത്രം പഠിക്കരുത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണമില്ല. മോഡൽ എക്സാമിന് മാർക്ക് കിട്ടിയിട്ട് എന്താ കാര്യം, നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ. അപ്പോൾ എന്തൊക്കെ പഠിക്കുന്നോ അത് സിൻസിയറായി പഠിക്കുക. എല്ലാം പഠിക്കാൻ പറ്റിയില്ല കുഴപ്പമില്ല, പഠിക്കുന്ന കാര്യങ്ങൾ സിൻസിയറായിട്ട് പഠിക്കുക. എന്നാലും അത് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് എന്തിനും ഗുണം ചെയ്യുള്ളൂ. അല്ല, നിങ്ങൾ മോഡൽ എക്സാമിന് കുറച്ച് മാർക്ക് വാങ്ങും, പിന്നെ നിങ്ങൾ വീണ്ടും മറന്നു, ഇനി ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു മണ്ടത്തരം കാണിക്കരുത്. പലരും കുട്ടികളെ ഞാൻ മണ്ടത്തരം കാണിക്കരുത്. കുറേ ബൈഹാർട്ട് പഠിച്ചു പോകുന്നിട്ട് ഒരു മോഡൽ എക്സാം എഴുതി പബ്ലിക് അടുത്ത ദിവസം മറന്നു, എന്താ കാര്യം എന്താ? അപ്പോൾ പഠിക്കുന്ന കാര്യം സിൻസിയറായിട്ട് പഠിക്കുക. ക്ലിയർ ആണല്ലോ എല്ലാ സബ്ജക്റ്റും. അപ്പോൾ ഫിസിക്സിൻ്റെയും കമ്പ്യൂട്ടർ സയൻസും ഞാൻ പറഞ്ഞു. അടുത്ത ദിവസം മാത്സ് ഇതേപോലെ തന്നെ. ബാക്കിയുള്ള ദിവസം ഇപ്പോൾ പരീക്ഷയ്ക്ക് അത്ര ദിവസങ്ങളില്ല. ബയോളജി, ഇംഗ്ലീഷ് ഇതുപോലെ തന്നെ, എല്ലാം ഒരു ദിവസമുള്ളൂ. കെമിസ്ട്രി ലൈവുകളിൽ വരിക. ലൈവിൻ്റെ മുൻപുള്ള സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് പഠിച്ചിട്ടും കൂടി വരിക. നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട്, നോട്ട്സ് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പറ്റുന്നത്രയും നിങ്ങൾ അവിടെ നിന്ന് പഠിക്കുക, അല്ലാത്തത് ലൈവിൽ നിന്ന് പഠിക്കുക. ക്ലിയർ ആണല്ലോ? ലൈവ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വൈകുന്നേരം പഠിക്കാൻ സമയമുണ്ട്, പരീക്ഷയുടെ രാവിലെ പഠിക്കാൻ സമയമുണ്ട്. ഓരോ മിനിറ്റും യൂസ് ചെയ്യാം. ഇനി അത്രേ ഉള്ളൂ. ഇനി സ്മാർട്ട് വർക്ക് ഒന്നുമില്ല, ഇനി ഒൺലി വർക്ക്. അത് നിങ്ങൾ എങ്ങനെ ചെയ്താലും അത് വർക്കായിട്ട് കിട്ടുള്ളൂ. അത് എന്ത് രീതിയിലും സ്മാർട്ടായിട്ടോ സ്മാർട്ട് അല്ലാതെ ചെയ്താലും പബ്ലിക് എക്സാമിന് മാർക്ക് കൂടും. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്താലും പബ്ലിക് എക്സാമിന് മാർക്ക് കൂടും. ഓരോ മിനിറ്റും മാക്സിമം യൂസ് ചെയ്യാം. ആകെ ശ്രദ്ധിക്കേണ്ട ഉറക്കം കിട്ടണം, ഭക്ഷണം വൃത്തിക്കായിരിക്കണം, അസുഖമൊന്നും വരരുത്. ഇത്രയും കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ മെൻ്റലി നിങ്ങൾ ഓക്കെ ആയിരിക്കണം. ഓവർ പഠിച്ച് ടെൻഷനായിട്ട് ഒരു റിലാക്സ്ഡ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള ഓരോ നിമിഷവും പഠനത്തിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഈ വർഷത്തെ പബ്ലിക് എക്സാം നിങ്ങളുടേതാണ്, ഒരു സംശയമില്ല. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. നമുക്ക് ലൈവിൽ കാണാൻ വൈകുന്നേരം. ബൈ ബൈ, ടേക്ക് കെയർ.